നമസ്കാരം. പിണറായി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന കൺസൾട്ടൻസിയുടെ പേരിൽ കേരളത്തിൽ നടക്കുന്നത് അഴിമതിയാണെന്ന ആരോപണം നിലനിൽക്കെ വിവാദ കൺസൾട്ടൻസിക്ക് സിനിമയുടെ പേരിൽ പണം കൊടുത്ത് വീണ്ടും മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് പിണറായി സർക്കാർ. സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കൺസൾട്ടൻസിയെ പിണറായി സർക്കാർ ചുമതലപ്പെടുത്തിയത്. സിനിമാ രംഗത്തെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ 2017 നിയമിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് കൺസൾട്ടൻസിക്ക് പണം നൽകാനുള്ള ഉത്തരവ് ഇറങ്ങിയത്. 1 കോടി രൂപയാണ് ഇതിനായി സിനിമാ കൺസൾട്ടൻസിക്കായി അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഓഗസ്റ്റ് 5 നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം നൽകാനുള്ള ഉത്തരവ്. ഈ സാമ്പത്തിക വർഷം സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ധനസഹായം അനുവദിക്കുന്ന പണത്തിൽ നിന്നും കൺസൾട്ടൻസിയുടെ ചിലവ് നൽകാൻ മന്ത്രി സജി ചെറിയാനാണ് നിർദ്ദേശം നൽകുന്നത്. സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന കിഫ്ബി പദ്ധതികളുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനെ നേരത്തെ നിയമിച്ചിരുന്നു. ഇതിന് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി കൺസൾട്ടന്റ്മാരായി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെയും കിറ്റ്കോയെയും 2017 തിരഞ്ഞെടുക്കുകയായിരുന്നു. 2023 ഡിസംബർ 31 വരെ വിവിധ കാലയളവിൽ ഇവർക്ക് കരാർ നീട്ടി നൽകുകയും ഉണ്ടായി. ഈ കൺസൾട്ടൻസികളെ നിയമിക്കുകയും കരാർ നീട്ടി നൽകുകയും ചെയ്ത കാലയളവിനിടയിലാണ് ഹേമ കമ്മീഷൻ 2019 ഡിസംബറിൽ സർക്കാരിന് സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകുന്നത്. പിണറായി വിജയൻ 2016 അധികാരത്തിൽ എത്തിയതിൽ പിന്നെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരവധി കൺസൾട്ടൻസി അഴിമതി ആരോപണങ്ങളാണ് ഇതുവരെ ഉണ്ടായത്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, KPMG, ലൂയി ബർഗർ, സിസ്ട്ര തുടങ്ങിയ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് ഇതിനകം ചില്ലറ വിവാദങ്ങളല്ല ഉണ്ടാക്കിയത്. ബഹുരാഷ്ട്ര കുത്തക കമ്പനികളെയാണ് ഒട്ടുമിക്ക പദ്ധതികൾക്കും പിണറായി സർക്കാർ കൺസൾട്ടൻസികളായി നിയോഗിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ വിവാദ പദ്ധതികൾക്കെല്ലാം കൺസൾട്ടൻസി ലഭിച്ചത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിനായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണമുള്ള കമ്പനിയാണിത്. പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന കെ-ഫോൺ പദ്ധതിയുടെ കൺസൾട്ടന്റും ഈ ഇംഗ്ലീഷ് കമ്പനി തന്നെയാണ്. വിവാദ സ്വർണ്ണക്കടത്ത് നായിക സ്വപ്ന സുരേഷിന് പിൻവാതിൽ നിയമനം കെ-ഫോണിൽ തരപ്പെടുത്തി കൊടുത്തത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ വഴിയാണ്. വൈദ്യുതി വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ എന്ന പേരിൽ ഇ മൊബിലിറ്റി ആവിഷ്കരിച്ച പദ്ധതിയുടെ കൺസൾട്ടൻസിയും ബ്രിട്ടീഷ് കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനായിരുന്നു. ചെറുവള്ളി എസ്റ്റേറ്റിൽ തുടങ്ങാൻ പോകുന്ന വിമാനത്താവളത്തിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത് ലൂയി ബർഗർ എന്ന അമേരിക്കൻ കമ്പനിയായിരുന്നു. പ്രളയാനന്തരമുള്ള പുനർനിർമ്മാണത്തിന്റെ ഉപദേശകരായി ലഭിച്ചത് നെതർലാൻഡ് ആസ്ഥാനമായ KPMG ആയിരുന്നു. കാസർഗോഡ് തിരുവനന്തപുരം അതിവേഗ റെയിൽപാതയുടെ കൺസൾട്ടന്റ് സിസ്ട്ര എന്ന ഫ്രഞ്ച് കമ്പനിക്കാണ് ഇടത് സർക്കാർ നൽകിയത്. ഇപ്പോൾ സിനിമാ മേഖലയിലും കൺസൾട്ടൻസിയെ നിയമിക്കാനുള്ള തീരുമാനം വരും നാളുകളിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്.